വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ് യോഗ്യതയിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും മികച്ച ജോലികളെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും 18 വയസ്സും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ മിനിമം ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10ാം ക്ലാസ്സുകാരുടെ എക്സാം അല്ലേ, അങ്ങനെ വിചാരിച്ച് കളയേണ്ട എക്സാമുകളല്ല. വളരെ നല്ല പേ സ്കെയിലുള്ള എന്താ പറയുക, ഏറ്റവും നല്ല ഒരു സ്റ്റാറ്റസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ജോലികളാണ് ഇത്. ഡിഗ്രി കഴിഞ്ഞവരും PG കഴിഞ്ഞവരും ഒക്കെ പരിശ്രമിച്ച് നേടാൻ ശ്രമിക്കുന്ന എക്സാമുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ എക്സാമുകൾ ഏതൊക്കെയാണ്, ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണ്, സിലബസ് എന്തൊക്കെയാണ്, ഏജ് ലിമിറ്റ്, സാലറി തുടങ്ങിയ ക്രൈറ്റീരിയകൾ എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയിട്ടുള്ള SSC MTS എന്ന് പറയുന്ന എക്സാം ആണ്. അതായത് SSCയുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന എക്സാം. അപ്പൊ ഈ എക്സാം നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന 3 പരീക്ഷകളാണ് നമുക്ക് മെയിൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. SSC MTS ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന SSC CHSL ഉണ്ട്, പിന്നെ CGL ഉണ്ട്. അപ്പൊ ഇതിനകത്ത് MTS എന്ന് പറയുന്ന എക്സാം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള എക്സാം ആണ് കേട്ടോ. നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ എക്സാമിന്റെ ഏജ് ലിമിറ്റ്, എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ഈ എക്സാമിന് അപ്പിയർ ചെയ്യണമെങ്കിലുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലാണ് MTS പോസ്റ്റ്. അപ്പൊ ഈ എക്സാം 2 പോസ്റ്റുകളാണ് ഫില്ല് ചെയ്യുന്നത്. ഒന്ന് MTS എന്ന് പറയുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫും അതുപോലെ തന്നെ ഹവൽദാർ പോസ്റ്റുമാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ SSC MTS പോസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് 25 വയസ്സിന് താഴെ ആയിരിക്കണം. നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അത് കണക്കായിട്ടുള്ള ഏജ് റിലാക്സേഷനും ഈ എക്സാംസിന് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ OBC കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് നിങ്ങൾക്ക് SSC MTS 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനും അപ്പിയർ ചെയ്യാനുമായിട്ട് പറ്റും. ഇനി അതല്ല, നിങ്ങൾ SC ST കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് 30 വയസ്സ് വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി ഹവൽദാർ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ജനറൽ കാറ്റഗറി ആണ് 27 വയസ്സ്. OBCയിൽ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെയും, SC ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എക്സാമിന്റെ പേയ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ബേസിക് പേ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. പക്ഷെ നമുക്ക് ഒരുപാട് അലവൻസുകളും കൂടെ വരുന്ന ഒരു ജോലിയാണിത്. അപ്പൊ നിങ്ങളുടെ HR, DA തുടങ്ങിയ എല്ലാ അലവൻസുകളും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 25,000 രൂപ ഇൻഹാൻസ് സാലറി ലഭിക്കുന്നതായിരിക്കും. ഒരു 25,000 to 35,000 ഒക്കെ നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി എക്സ്പെക്ട് ചെയ്യുന്നത്. മിനിമം ഒരു 25,000 രൂപയെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ ഇൻഹാൻസ് സാലറി കിട്ടുമായിരിക്കും ഈ ഒരു MTS എന്ന് പറയുന്ന പോസ്റ്റിൽ. ഇനി ഇതിന്റെ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളെ പറ്റി പഠിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും 2 or 3 ടയറുകളിലായിട്ട് എക്സാം, ഇന്റർവ്യൂ തുടങ്ങിയ ഒരുപാട് ക്രൈറ്റീരിയാസ് ഈ എക്സാമുകൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ SSC MTS എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റേജ് എക്സാം ആണ്. നിങ്ങൾ ഒറ്റ എക്സാം മാത്രം ക്വാളിഫൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് 2 or 3 ലെവലിലുള്ള ടയർ 2, ടയർ 3 അങ്ങനത്തെ എക്സാമുകളൊന്നും തന്നെ SSC MTS-നില്ല. ഇന്റർവ്യൂ ഇല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങളുടെ ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഉള്ള ഡിഗ്രി ലെവൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്കെല്ലാം തന്നെ മാത്സിനും റീസണിങ്ങിനും ഇംഗ്ലീഷിനും ഒക്കെ നല്ല എന്താ പറയാ ഒരു വെയിറ്റേജ് ഉണ്ട് അല്ലെ. അപ്പൊ മാത്സും ഇംഗ്ലീഷും GKയും റീസണിങ്ങും എല്ലാം നമുക്ക് ഒരുപോലെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പക്ഷേ SSC MTS-ൽ നമുക്കറിയാം എക്സാം 2 സെഷൻ ആയിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് സെഷൻ, അതായത് ഒറ്റ എക്സാം തന്നെയാണ്, ഒരു എക്സാമിന് 2 പാർട്ടുകളായിരിക്കും. അപ്പൊ ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് വരുന്നത് മാത്സും റീസണിങ്ങുമാണ്. ഓക്കെ. അപ്പൊ ഈ മാത്സും റീസണിങ്ങും 20 ക്വസ്റ്റ്യൻ വീതമാണ് ഉണ്ടാവുക. അപ്പൊ മൊത്തം 40 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചിട്ടാണ്. അപ്പൊ മൊത്തം ഇവിടെ 60 120 മാർക്കിനായിരിക്കും സെഷൻ 1 ഉണ്ടാവുന്നത്. ഇത് ക്വാളിഫയിങ് നേച്ചർ ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് ഇവിടുത്തെ മാർക്ക് നമുക്ക് എന്ത് വേണ്ട, റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടി കൺസിഡർ ചെയ്യത്തില്ല. ജസ്റ്റ് ഈ പേപ്പർ നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിരന്റിന് എന്ത്
ചെയ്താൽ മതി? മാത്സും റീസണിങ്ങും ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. സോ മാത്സ് നിങ്ങൾക്ക് അത്ര എന്താ പറയുക, അത്ര കണ്ട് നിങ്ങൾ മാത്സിന് ബ്രില്യൻ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ എക്സാം എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മാത്സ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഇവിടെ മാറുന്നില്ല. നമ്മൾ കുറച്ചൊരു എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സെഷൻ 1ന്റെ ക്ലിയർ ചെയ്യാനുള്ള കട്ട് ഓഫ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് സെഷൻ 2 വരുന്നുണ്ട്. സെഷൻ 2 ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷുമാണ് ഉണ്ടാവുക. ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും നമ്മൾ നല്ലോണം പഠിക്കുക, മാക്സിമം അറ്റംപ്റ്റ് കൊടുക്കുക. അതായിരിക്കും നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇവിടെ SSC MTS കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നമുക്ക് ഉണ്ടാവുക. നമുക്ക് ലോക്കൽ ലാംഗ്വേജുകളിലും ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, ഇംഗ്ലീഷിലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മുടെ ഓപ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് 4 പേപ്പറാണ്: മാത്സ്, റീസണിങ്, GK, ഇംഗ്ലീഷ്. മാത്സും റീസണിങ്ങും ക്വാളിഫയിങ് നേച്ചർ ആണ്. GKയുടെയും ഇംഗ്ലീഷിന്റെയും മാർക്കാണ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് വരുന്നത്? റാങ്ക് ലിസ്റ്റിന്. ഇനി ഇതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ GK 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ മൊത്തം GK 75 മാർക്കിനും ഇംഗ്ലീഷ് 75 മാർക്കിനുമായിരിക്കും ഈ എക്സാം നടക്കുക. സോ 150 മാർക്കിലായിരിക്കും രണ്ടാമത്തെ പാർട്ട് നമുക്ക് ഉണ്ടാവുക. ഇങ്ങനെയാണ് SSC MTSന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. SSC MTS എക്സാമിന്റെ കൂടെ ഹവൽദാർ പോസ്റ്റും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഹവൽദാർ പോസ്റ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മെയിൽസിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് മിനിമം ഹൈറ്റ് 157.5 സെന്റിമീറ്റേഴ്സ് ആണ് വേണ്ടത്. ചെസ്റ്റ് എക്സ്പാൻഷൻ 81 സെന്റിമീറ്റേഴ്സ് ആവശ്യമാണ്. ഫീമെയിൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈറ്റ് പറയുന്നത് മിനിമം 152 സെന്റിമീറ്റേഴ്സ് ആണ്. വെയിറ്റ് 48 കിലോഗ്രാം ആണ് കേട്ടോ, വെയിറ്റ് 48 കിലോഗ്രാം ആണ്. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വാക്കിംഗ് ആണ് വരുന്നത്. വാക്കിംഗ് മെയിൽസിന് 1600 മീറ്റർ 15 മിനിറ്റിൽ നമ്മൾ നടന്നിട്ടുണ്ടാവണം. ഓക്കെ, 15 മിനിറ്റ് കൊണ്ട് ഏകദേശം 1.5 കിലോമീറ്ററും കുറച്ചും 1600 മീറ്ററോളം നമ്മൾ നടക്കണം. ഫീമെയിൽസിനാണെങ്കിൽ 1 കിലോമീറ്റർ നടന്നാൽ മതി. സമയം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. അപ്പൊ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മെയിൽസിന് 157 സെന്റിമീറ്റർ ഹൈറ്റ്, ചെസ്റ്റ് എക്സ്പാൻഷൻ 81 സെന്റിമീറ്റേഴ്സ്. ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ 152 സെന്റിമീറ്റർ ഹൈറ്റ് ആണ്. വെയിറ്റ് പറയുന്നത് 48 കിലോഗ്രാം ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എക്സാമിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ അടുത്ത എക്സാമിനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് SSCയുടെ തന്നെ GD എന്ന് പറയുന്ന ഒരു എക്സാം ആണ്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് SSC MTS എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ ലൈവ് ആണ്. ഈ വരുന്ന ജൂലൈ 24 വരെ കേട്ടോ, ജൂലൈ 24 വരെയും നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അത് കയറി നോക്കിയിട്ട് ഇതുവരെ എക്സാമിന് അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് പഠിക്കാം. എക്സാമിന് ഇനിയും 3-4 മാസം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റും. ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം അല്ലെങ്കിൽ എക്സാമിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഓൺലൈനിന്റെ നമ്പർ ആണ് 8075753676. അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ കോഴ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കൺഫ്യൂഷൻസും ഒക്കെ ക്ലിയർ ചെയ്തിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് SSC GD എക്സാം ആണ്. SSC GD എന്ന് പറയുന്ന എക്സാം ആണ്. ഒരു യൂണിഫോം പോസ്റ്റ് ഒക്കെ ആഗ്രഹിച്ച് പഠിക്കുന്നവർക്ക് പറ്റിയ എക്സാം ആണ് SSC GD എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 23 വയസ്സ് വരെയാണ് കേട്ടോ. 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ SSC GDക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ OBC കാറ്റഗറിയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. അതായത് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ SC ST കാറ്റഗറിയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. അതായത് നിങ്ങൾക്ക് 28 വയസ്സ് വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. SSC GDക്ക് നമുക്ക് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, അല്ലെങ്കിൽ CBT ആണ്. അപ്പൊ ഈ എക്സാമിന് 4 പാർട്ടുകളായിരിക്കും. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, എലിമെന്ററി മാത്തമാറ്റിക്സ്, പിന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് 4
പേപ്പർ അല്ലെങ്കിൽ 4 സബ്ജക്റ്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും MTS നും GD ക്കും ഒക്കെ ഏകദേശം ഒരേ സിലബസ് തന്നെയാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യന്റെ നമ്പറിൽ മാറ്റമുണ്ട്. എല്ലാ സെക്ഷനിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ്. അപ്പൊ മൊത്തം റീസണിങ് 40 മാർക്കിന്, റീസണിങ് മാത്സും കൂടെ 40 മാർക്കിന്, ജനറൽ നോളജ് നിങ്ങൾക്ക് 40 മാർക്കിന്, മാത്സ് 40 മാർക്കിന്, അതുപോലെ തന്നെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് 40 മാർക്കിന് വരും. ഓക്കെ, അപ്പൊ റീസണിങ് 40 മാർക്കിന് വരും, GK 40 മാർക്കിന് വരും, മാത്സ് 40 മാർക്കിന് ഉണ്ടാവും, ഇംഗ്ലീഷ് 40 മാർക്കിന് ഉണ്ടാവും. മൊത്തം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 160 മാർക്കിനായിരിക്കും എക്സാം വരുന്നത്. 1 മണിക്കൂറാണ് ടൈം ഉണ്ടാവുക. 1 മണിക്കൂറിനാണ് നമുക്ക് ടൈം ഉണ്ടാവുക. അപ്പൊ ഈ GDയുടെയും പ്രത്യേകത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാം കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഈസിയാണ്. ബാക്കിയുള്ള എക്സാമുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് GD എക്സാം കുറച്ചും കൂടെ ആൾക്കാർക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. കുറച്ചും കൂടി ഒരു ഈസിയർ ലെവലിലേക്കുള്ള ഒരു എക്സാമാണ്. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് SSC GD എന്ന് പറയുന്നത്. അപ്പൊ ഈ SSC GDക്ക് നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ മിനിമം 170 സെന്റിമീറ്റർ ഹൈറ്റ് നമുക്ക് SSC GDക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം GD എക്സാം എന്ന് പറയുമ്പോൾ ഒരു യൂണിഫോം പോസ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ എക്സാം ആണ് ഇത്. അപ്പോൾ മെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 170 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഫീമെയിൽസ് ആണെങ്കിൽ 157 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, കാരണം ഇതാണ് നിങ്ങളുടെ മിനിമം ഹൈറ്റിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറയുന്ന സമയത്ത് മെയിൽ ആണെങ്കിൽ 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ഓടി തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ഓടി തീർക്കാൻ മെയിൽസ് ആണെങ്കിൽ പറ്റണം. അതുപോലെ തന്നെ ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ 1600 മീറ്റർ അല്ലെങ്കിൽ 1.6 കിലോമീറ്റേഴ്സ് 8.5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓടി കവർ ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനകത്ത് നമുക്ക് വരുന്ന ക്രൈറ്റീരിയ. അപ്പൊ നോർമലി കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തിയറി എക്സാംസിന് വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസിന് വേണ്ടിയിട്ട് പഠിച്ച് ഈ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സമയം കിട്ടും നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഹൈറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് അതിനുശേഷം തന്നെ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ GDയുടെ റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ. നമുക്കൊരു 300-ൽ കൂടുതൽ റിസൾട്ട് SSC GDക്ക് ദിശ അക്കാഡമിക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ ഫിസിക്കലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലിന് വേണ്ടി ക്ലിയർ ആയിട്ട് എക്സാമിന് ശേഷവും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടും. നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിലബസ് തീർത്തിട്ട് പഠിച്ച് അടുത്ത എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ ലൈവ് അല്ല, അടുത്തൊരു ഡിസംബർ ഒക്കെ ആവുമായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ. എക്സാം ഒരു ഫെബ്രുവരി മാർച്ച് ആ സമയത്തായിരിക്കും ഉണ്ടാവുക. ഏകദേശം ഒരു വർഷത്തോളം നമ്മുടെ ഫ്രണ്ടിൽ ഇനിയുമുണ്ട്. ഓക്കെ, ഒരു 8-10 മാസത്തോളം നമ്മുടെ ഫ്രണ്ടിൽ ഇനിയുമുണ്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇപ്പൊ ആദ്യമായിട്ട് എക്സാമിനെ പറ്റി കേൾക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് ഫുൾ എഫേർട്ട് കൊടുത്ത് പഠിച്ച് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി വാങ്ങിക്കാനുള്ള സമയം ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. SSC GDയും വളരെ നല്ല ഒരു ഓപ്ഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ. ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻസിൽ ഒന്ന് തന്നെയാണ് SSC GD എന്ന് പറയുന്നത്. അടുത്തത് SSC സെലക്ഷൻ പോസ്റ്റ് ആണ്. SSC സെലക്ഷൻ പോസ്റ്റ്. അപ്പൊ SSC സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിയേണ്ടത് ഇത് 3 എക്സാം ആയിട്ടാണ് നടക്കുക. ഓക്കെ, ഒരു സിംഗിൾ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. സിംഗിൾ നോട്ടിഫിക്കേഷനകത്ത് തന്നെ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റുകൾ, ഡിഗ്രി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടായിരിക്കും, +2 ഉള്ളവർക്ക് പറ്റിയ പോസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു സിംഗിൾ നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കും വരിക. അപ്പൊ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ ഏകദേശം ഒരു 300-400ഓളം വേക്കൻസീസ് ഇതിനകത്ത് വരും. ഓക്കെ, അപ്പൊ ഈ നോട്ടിഫിക്കേഷനിൽ നിന്നും മെട്രിക്കുലേഷൻ ലെവലിൽ ഉള്ള എക്സാംസ് അല്ലെങ്കിൽ ഉള്ള വേക്കൻസീസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതും ഒരു സിംഗിൾ സ്റ്റേജ് എക്സാം ആണ്. ഈ എക്സാം ക്ലിയർ ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതാണ് ഈ സെലക്ഷൻ പോസ്റ്റിന്റെയും പ്രത്യേകത. 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സെപ്പറേറ്റ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. 12th പോസ്റ്റുകൾക്കൊക്കെ വേറൊരു എക്സാം, ഡിഗ്രിയുടെ പോസ്റ്റുകൾക്കൊക്കെ മറ്റൊരു എക്സാം. നിങ്ങൾക്ക് ഡിഗ്രിയോ +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ ലെവലുള്ള എക്സാം എഴുതാനുള്ള ഓപ്ഷനും നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പൊ ഇവിടെ വരുന്നത് ജനറൽ ഇന്റലിജൻസ് 25 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് മൊത്തം ഓരോ സെഷനും 50 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 200 മാർക്കിലാണ് ഈ എക്സാം വരിക. അപ്പോൾ 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറാണ് നമുക്ക് ഈ എക്സാം എഴുതാൻ പറയുന്നത്.
അപ്പൊ ഇതിന്റെ പ്രത്യേകത നമുക്ക് എക്സാം ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മാത്രമേ എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. എക്സാം നമ്മൾ എഴുതുന്നത് ഐദർ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കണം. മെജോറിറ്റി ഓഫ് നമ്മുടെ കാൻഡിഡേറ്റ്സ് മലയാളികളൊക്കെ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ഈ എക്സാം മെജോറിറ്റി ആയിട്ട് എഴുതുക കേട്ടോ. പിന്നെ നിങ്ങളുടെ പോസ്റ്റിന് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡും കൂടെ നമുക്ക് നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോലി ഏതാണോ അതനുസരിച്ചിട്ടായിരിക്കും ഈ ടൈപ്പിംഗ് സ്കില്ല് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ പോയി പഠിച്ച് നിങ്ങൾക്ക് അതിന് സർട്ടിഫിക്കറ്റ് കാണിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ള ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതും ഈ പറയുന്ന പോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവ് ആയിരുന്നു. ഇപ്പൊ എക്സാം ഉടനെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഫ്രണ്ടിലേക്ക് ഈ വർഷം തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാ എക്സാമുകളും നടക്കാൻ പോകുന്നതേ ഉള്ളൂ. പല എക്സാംസിന്റെയും അപ്ലിക്കേഷൻ ലൈവ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള സമയം ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിഗ്രി ഉള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ശ്രമിക്കേണ്ടത് ഈ എക്സാമുകൾക്കാണ്. ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കരുതെന്നല്ല, ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കുന്ന എല്ലാ ആൾക്കാരും +2 ലെവൽ എക്സാമിനും അതുപോലെ തന്നെ നമ്മുടെ 10th ലെവൽ എക്സാമിന് വേണ്ടി എല്ലാം പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഭാഗ്യം എപ്പോഴാണുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. അല്ലെങ്കിൽ ഏത് സമയത്താണ് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം എന്ന് പറയുന്നത് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ ഗവൺമെന്റ് ജോലി നിങ്ങളുടെ ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കണം, നിങ്ങൾ എക്സാംസിന് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇപ്പൊ ഡിഗ്രി ഉണ്ട്, എനിക്ക് ഡിഗ്രി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഡിഗ്രി ലെവൽ ജോബുകളിലേക്ക് മാത്രമേ കയറും, അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ വേണ്ടി പാടില്ല. ഇപ്പൊ CGL-ഉം CHS-നും പഠിക്കുന്ന എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ പരീക്ഷകളും എഴുതും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഈ എക്സാംസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ പോസ്റ്റുകളിലേക്ക് പോകാൻ ഒരുപാട് മാർഗം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് തുറന്നു കിട്ടും. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലിയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ചിലപ്പോൾ 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. നിങ്ങളും ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ എക്സാംസിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കൊണ്ട് പറ്റുന്നത് പോലെ പഠിക്കുക. നിങ്ങൾ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു അറ്റംപ്റ്റ് കൊടുത്തു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എക്സാം കിട്ടും. അഥവാ കിട്ടിയില്ലെങ്കിൽ പോലും ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലെ മിക്കവാറും ഇതുപോലെ തന്നെ എക്സാമുകൾക്ക് പഠിക്കും, കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ അവിടെ തുടക്കക്കാരനാവാതെ ഒരു മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഒരു 2-3 എക്സാംസ് എങ്കിലും എഴുതിയ എക്സ്പീരിയൻസ് ഉള്ള സിലബസിനെ പറ്റി കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഏറ്റവും നന്നായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഇത് കാണുന്ന എല്ലാവരും പല എക്സാമുകൾക്കും 25, 28, 30 വയസ്സ് വരെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് ഏറ്റവും നല്ല അവസരമായിട്ട് കണ്ടിട്ട് ഇപ്പൊ ലൈവായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് അതെല്ലാം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും, അല്ലെ. ഇതുവരെയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ ചെയ്തിട്ട് നിങ്ങൾ അറിയാതെ പോവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക. സോ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും ഞങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഓരോ എക്സാമിനും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നോക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 എക്സാംസിന്റെ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. 10th ലെവൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും നല്ല എക്സാമുകളിൽ 3 ഇതിന്റെ കൂടെ ഞാൻ ഒരു എക്സാമിന്റെ കാര്യം കൂടെ പറയാം. റെയിൽവേ നടത്തുന്ന ഗ്രൂപ്പ് D എക്സാമുകളും കൂടെ ഉണ്ട് കേട്ടോ. റെയിൽവേ നടത്തുന്ന ഗ്രൂപ്പ് D എക്സാമുകളുണ്ട്. അപ്പൊ ഇതും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 10th ക്വാളിഫിക്കേഷൻ ആണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടെക്നിക്കൽ നോളജ് വേണം. ITI ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്കാണ് ഗ്രൂപ്പ് D കൂടുതലായിട്ടും എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ടെക്നിക്കൽ നോളജ് ITI അല്ലെങ്കിൽ ഡിപ്ലോമയും പിന്നെ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് റെയിൽവേ നടത്തുന്ന ഗ്രൂപ്പ് D എക്സാംസിനെ പറ്റിയിട്ടും അന്വേഷിക്കാവുന്നതാണ്. അതിന്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ റെഫർ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്ര നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാംസിന് അപ്ലൈ ചെയ്യുക, പഠിക്കുക. ഓക്കെ, നല്ലൊരു ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.